വേനൽ കടുത്തതോടെ ക്ഷീരകർഷകർ പ്രതിസന്ധിയിൽ. പാൽ ഉൽപാദനത്തിൽ ഇടിവ് വന്നതിനൊപ്പം പച്ചപ്പുല്ല് കിട്ടാത്തതിനാൽ കാലിത്തീറ്റയ്ക്കും വൈക്കോലിനും വലിയ തുക മുടക്കേണ്ടി വരുന്നതാണ് ക്ഷീരകർഷകരെ കുഴക്കുന്നത്. അന്തരീക്ഷ ഊഷ്മാവിലുണ്ടായ വർധന മൂലം 10 ലിറ്റർ പാൽ ദിവസേന നൽകിയിരുന്ന പശുവിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്നത് ഏകദേശം 7 ലിറ്റർ മാത്രമാണ്. കഴിഞ്ഞ വർഷം കാലിത്തീറ്റയ്ക്ക് ചാക്കൊന്നിന് 1100 രൂപ ആയിരുന്നത് ഇപ്പോൾ 1375 രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. പച്ചപ്പുല്ല് കിട്ടാതായതോടുകൂടി വൈക്കോൽ മേടിക്കേണ്ടതായി വരുന്നു. ഒരു പശുവിന് 270 രൂപയോളം ഒരു ദിവസം ചെലവ് വരുന്നുവെന്നാണ് കർഷകർ പറയുന്നത്. ആവശ്യമായ അളവിൽ കുടിവെള്ളം ലഭിക്കാത്തതും കാലികളെയും പാലുൽപാദനത്തെയും ബാധിക്കുന്നുണ്ട്. നമ്മുടെ പശുക്കൾക്ക് കൊടുക്കാനുള്ള തീറ്റകൾക്ക് ഭയങ്കര ഭീമമായ വിലയാണ്. അതുപോലെ തന്നെ എല്ലാ 10 സെന്റ് പോലുള്ള സ്ഥലങ്ങളിലും എല്ലാവരും ഏലം കൃഷിയിലേക്ക് മാറിയതോടുകൂടി നമുക്ക് തീറ്റപ്പുല്ല് കിട്ടാൻ യാതൊരുവിധ മാർഗങ്ങളും ഇല്ലാതായിരിക്കും. അതുപോലെ തന്നെ വെള്ളത്തിന്റെ ക്ഷാമം അതും വളരെ ഇതാണ്. പശുവിനെ അല്ലാതെ ഇപ്പോൾ വേനൽക്കാലമായ ഒരു 2-3 നേരമെങ്കിലും കുളിപ്പിക്കേണ്ടത്, എന്നാൽ ആകെ ഒരു നേരം പോലും കുളിപ്പിക്കാനുള്ള വെള്ളം കിട്ടാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. പച്ചപ്പുല്ലിന്റെ ലഭ്യതക്കുറവ് പാലുൽപാദനത്തെ ഗണ്യമായി ബാധിച്ചതായി കർഷകർ പറയുന്നു. ജലക്ഷാമം കടുത്തതോടുകൂടി പരിപാലനവും ഏറെ ദുഷ്കരമായി. പാലിന്റെ പ്രഖ്യാപിത വില 56 രൂപയാണെങ്കിലും സൊസൈറ്റിയിൽ അളക്കുമ്പോൾ ഗുണനിലവാര പരിശോധന നടത്തി ലിറ്ററിന് 35-നും 45-നും ഇടയ്ക്കുള്ള വിലയാണ് കർഷകർക്ക് ലഭിക്കുന്നത്. കൈരളി ന്യൂസ്, ഇടുക്കി.